അപ്പോൾ അതിനായിട്ട് നമുക്ക് കർപ്പൂരമാണ് വേണ്ടത് കേട്ടോ. കർപ്പൂരവും അതേപോലെ തന്നെ ഉപ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. ഉപ്പ് പൊടിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ 1-2 കർപ്പൂരം മാത്രം മതി. നമുക്ക് എത്രമാത്രം അതിൻ്റെയൊക്കെ ശല്യം ഉണ്ടോ അതിനനുസരിച്ച് എടുക്കുക. ഇതിപ്പോൾ ഞാൻ 2 കർപ്പൂരം ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതേ അളവിൽ തന്നെ നമുക്ക് ഉപ്പ് പൊടിയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ചെരുപ്പിലൊക്കെ ബാഡ് സ്മെൽ ഉണ്ടെങ്കിൽ ഇത് മാർക്കിട്ടു കേട്ടോ. ഇത് ഇതേപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുക. അതേപോലെ സോഫ സെറ്റിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ മൂട്ടയുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. അതേപോലെ നമ്മൾ ടിന്നിനകത്തോട്ടൊക്കെ ആക്കിയിട്ട് ബാത്റൂമിലും അതേപോലെ തന്നെ വാഷ് ബേസിൻ്റെ അവിടെയും കിച്ചണിലൊക്കെ വെച്ച് കൊടുക്കുക. നല്ലൊരു മണമാണ് കർപ്പൂരത്തിൻ്റെ. അതേപോലെ ഉപ്പുമായിട്ട് ചേരുമ്പോൾ അറിയാമല്ലോ, ഉപ്പ് നല്ല ഒരു അണുവിമുക്ത സാധനം കൂടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മളിത് രണ്ടും കൂടെ മിക്സ് ആക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു എഫക്റ്റാണ് അതിന് കിട്ടുക. അപ്പോൾ ഇതേപോലെ ഉണ്ട് സോഫ സെറ്റിയുടെ ഇടയ്ക്കൊക്കെ വെച്ച് കൊടുക്കുക. നല്ലൊരു മണമായിരിക്കും. ആ മണം അടിച്ചിട്ട് തന്നെ ഒരു മൂട്ടയോ ഒരു ഉറുമ്പോ പല്ലിയോ പാറ്റയോ ഒന്നും ഇരിക്കത്തില്ല. അതേപോലെ തന്നെ നമുക്ക് കബോർഡിനകത്തോട്ടാക്കി വെച്ച് കൊടുക്കാം. അതേപോലെ നമ്മൾ കുട്ടികളൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണവുമായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ പുറത്തൊക്കെ ഇടുമ്പോഴത്തേന് എന്തെങ്കിലും ഇഴജന്തുക്കളൊക്കെ കയറിയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാകത്തതുമില്ല. പിന്നെ നമുക്ക് ഇതേപോലെ ടിഷ്യൂ പേപ്പർ ആക്കാതെ തന്നെ ഇതേപോലത്തെ ടിന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് ആക്കിയിട്ട് നമുക്ക് വാഷ് ബേസിനിലോ ബാത്റൂമിലൊക്കെ വെച്ച് കൊടുക്കുക. മുകളിൽ ഓരോ ഹോളിട്ട് കൊടുത്താൽ മാത്രം മതി. അതല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് തുറന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കിച്ചണിലാണെങ്കിലും നമ്മൾ മീനും ഒക്കെ മുറിച്ചതിൻ്റെ ആ ഒരു സ്മെല്ലും ഒന്നും കാണില്ല ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ.